ഇതൊരു വിശുദ്ധ സദസ്സാണ് എന്ന് ഒന്നുകൂടെ ഞാൻ ഉണർത്തുകയാണ്. നിങ്ങളുടെ മനസ്സുകളിലെ മുറാദുകൾ അത് ഉഖ്റവിയായ ആഗ്രഹങ്ങളാവട്ടെ മുമ്പിൽ നിൽക്കുന്നത്, ബാക്കിൽ മതി നമ്മുടെ ദുന്യവിയായ ആഗ്രഹങ്ങൾ. ഈ സദസ്സിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഇവിടെയുള്ള മഹാന്മാരായ സയ്യിദന്മാർ, അത് സയ്യിദ് കുട്ടികളടക്കമുള്ളവരുണ്ട്, അവരുടെയൊക്കെ ആമീനുകളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഞാനടക്കം ആ ഒരു സ്നേഹവും തങ്ങൾ നൽകുന്ന ഈ ഒരു വല്ലാത്ത സ്നേഹം, അത് തന്നെ എനിക്ക് പറയാൻ കഴിയൂ. ആ ഒരു സ്നേഹത്തിന് പകരം കൊടുക്കാൻ പ്രാർത്ഥനയല്ലാതെ ഒന്നും നമ്മുടെ കയ്യിലില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സയ്യിദന്മാരെ മുറുകെ പിടിക്കുകയും ഉലമാഇനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് പരാജയം വരില്ല എന്നാണ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആദ്യം അഹ്ലു ബൈത്തി വഅ്റതി, പുണ്യനബി തങ്ങളുടെ അഹ്ലു ബൈത്തും അവിടുത്തെ പേരക്കുട്ടികളുമാണ് ഇവിടെ ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാർ. അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. കാരണം അവരിലൂടെ വിശുദ്ധ ഹബീബിലേക്ക് നമുക്ക് എത്താൻ കഴിയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ ചാട്ടവാറുകൊണ്ട് അടിക്കാൻ ഉത്തരവിട്ട അൽ മുഅ്തസിം ബില്ലാഹ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, ആ ഭരണാധികാരി അന്നത്തെ ആശയപ്രകാരം വഴിപിഴച്ച മുഅ്തസിലി ആശയക്കാരനായിരുന്നു എന്നാണ്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർക്ക് ശരീരമാകെ മുറിവ് വന്ന് ദേഹമാകെ കുഴികളായിരുന്നു. ഇമാം ഷാഫി തങ്ങളുടെ ശിഷ്യനും ഹംബലി മദ്ഹബിന്റെ ഇമാമുമായവർ. ആളുകൾ ജയിലിൽ നിന്ന് മഹാൻ മോചിതനായപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് മുഅ്തസിം ബില്ലക്കെതിരായിട്ടൊന്ന് അള്ളാഹിനോട് ദുആയിരുന്നൂടെ, ഒന്ന് ദുആ ചെയ്തൂടെ? അങ്ങ് ആലിമല്ലേ, മുഹദ്ദിസല്ലേ, ഹാഫിളല്ലേ, അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു മുഅ്തസിം, അദ്ദേഹത്തിൻ്റെ ആശയം എന്തോ ആവട്ടെ, അദ്ദേഹം അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, പുന്നാര നബി തങ്ങളുടെ കുടുംബത്തിൽ വരുന്ന ആളാണ്, സയ്യിദാണ്, തങ്ങളാണ്, ഷരീഫാണ്. നാളെ എങ്ങാനും പുണ്യ റസൂലിൻ്റെ ഹദറത്തിൽ എനിക്ക് ഷഫാഅത്തിന് ഞാൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ പേരക്കുട്ടിക്കെതിരെ നിങ്ങൾ ദുആ ചെയ്തോ എന്ന് എൻ്റെ റസൂൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് നാളെ ഷഫാഅത്ത് കിട്ടൂലല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. ഇതാണ് സയ്യിദന്മാരുടെ മഹത്വം. അതുകൊണ്ട് ആരും ഒരു സയ്യിദിനെയും അളക്കാനോ അവരെ സംബന്ധിച്ച് കമൻ്റ് ചെയ്യാനോ അവരെ പറ്റി എഴുതാനോ നിൽക്കണ്ട. നീ തൊടുന്നത് തീയിൻ്റെ പേനയാണ്, നിങ്ങൾ എഴുതുന്നത് തീയാണ്. അത് ആളിപ്പടർന്നാൽ നിങ്ങളുടെ ദേഹത്തേക്കാണ് ആദ്യം അത് ആളിപ്പടർന്ന് പിടിക്കുന്നത്. സയ്യിദന്മാർ ഒരുപാട് കബീലകൾ ഇവിടെയുണ്ട്, ഒരുപാട് കബീലകൾ. ഐദറൂസികളും ബാഫഖികളും അൽഅഹ്ദൽ കുടുംബങ്ങളും ജിഫിരി കുടുംബങ്ങളും പണക്കാട് കുടുംബം, ആൽ ശിഹാബ് കുടുംബങ്ങളും ഒരുപാട് 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 പരമ്പരകളുണ്ട്. അവരൊക്കെയും ഇലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ കുമ്പോലിലെ ഈ മസ്ജിദ് മദീനയിലേക്ക് പണിയുന്ന ഒരു പാലമാണ്, ഒരു ബ്രിഡ്ജാണ്. ഈ മസ്ജിദിന്റെ മുനാരം കാണുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലേക്ക് ഹബീബിന്റെ ഗുംബദെ ഖിസ്റ, അവിടുത്തെ വിശുദ്ധമായ അൽ ജസദു ഷരീഫ് കിടക്കുന്ന ഹുജ്റത്തു ഷരീഫയുടെ മുകളിലുള്ള റൗളയിലേക്ക് ഒരു മനസ്സുകൊണ്ടൊരു ഹുബ്ബിന്റെ മഹബ്ബത്തിന്റെ ഒരു പാലം ഈ കുമ്പോലിലെ മസ്ജിദിന്റെ കുബ്ബയിൽ നിന്ന് മദീനയിലെ കുബ്ബയിലേക്ക് നമുക്ക് പണിയാൻ കഴിയണം. അല്ലാഹു അത് സാധ്യമാക്കി തരട്ടെ, അല്ലാഹു സാധ്യമാക്കി തരട്ടെ. لمسجد نسس على التقوى من أول يوم أحق أن تقوم فيه. തങ്ങൾ പറഞ്ഞു എന്നോട് മസ്ജിദിനെ സംബന്ധിച്ചും മസ്ജിദിൻ്റെ പരിപാലനത്തെക്കുറിച്ചും ആണ് സംസാരിക്കേണ്ടത് എന്നൊരു വിഷയം തങ്ങൾ തന്നിരുന്നു. തങ്ങൾ പറഞ്ഞു, പലർക്കും പള്ളി എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചിറങ്ങിപ്പോകാനുള്ള സ്ഥലം മാത്രമായിട്ടാണ് തോന്നുന്നത്. മസ്ജിദ് അതിനപ്പുറം ചില ധർമ്മങ്ങളുണ്ട് എന്ന് ആളുകൾ അറിയണം. അതിൻ്റെ പേരിൽ ആ വിഷയമാണ് നമ്മൾ ഇന്ന് ഊന്നി സംസാരിക്കുന്നത്. ശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ നൂറിൻ്റെ ഉദാഹരണം പറഞ്ഞ ആയത്തുൻ നൂർ, സൂറത്തുൻ നൂറിലെ 35-ാമത്തെ ആയത്ത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു വെച്ച വരികളാണ്, ആയത്തുകളാണ് നമ്മൾ ഓതിയത്. ഒന്നുകൂടെ ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال
رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. അല്ലാഹുവിൻ്റെ ഉദാഹരണം വിളക്കുമാടങ്ങളിൽ കത്തിച്ചു വെച്ച ഒരു മിസ്ബാഹ് പോലെയാണ് എന്ന് പറഞ്ഞു. അൽ മിസ്ബാഹു ഫീ സുജാജ. എന്നിട്ട് ആ വിളക്കിൻ്റെ പ്രകാശത്തെ അള്ളാഹു വിശദീകരിച്ച ആയത്താണ് ആയത്തുന്നൂർ. ആ വിളക്ക് എവിടെയാ വെച്ചത്? ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ കത്തിപ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെയാണ് അള്ളാഹുവിൻ്റെ നൂറിൻ്റെ ഉദാഹരണം. അള്ളാഹിൻ്റെ മസ്ജിദിലുള്ള ഒരു നൂറ്, അള്ളാഹിൻ്റെ മസ്ജിദിലെ ഒരു നൂറ്. മദീന പള്ളിയെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്നൊരു റമദാൻ വന്നപ്പോൾ മദീന പള്ളിക്ക് ചുറ്റും ചില ഖനാദീലുകൾ, കൊച്ചു കൊച്ചു വിളക്കുകൾ തൂക്കി വെച്ച് മദീന പള്ളി അലങ്കരിച്ചു കൊടുത്തപ്പോഴാണ് അലിയാരെ അല്ലാഹു നിങ്ങളുടെ ഖബറും നിങ്ങളുടെ പരലോകവും നവ്വറല്ലാഹു ഖൽബക്, നിങ്ങളുടെ ഹൃദയവും അല്ലാഹു ഈ പ്രകാശം നിങ്ങൾ മസ്ജിദിന് വേണ്ടി കൊടുത്ത പോലെ നിങ്ങളുടെ ഖൽബിനെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് പുണ്യനബി അലി തങ്ങൾക്ക് ദുആ ചെയ്തു കൊടുക്കുകയാണ്. മസ്ജിദിലെ വെളിച്ചത്തിനൊരു പ്രത്യേകതയുണ്ട്. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങൾ മസ്ജിദുൽ അഖ്സയുടെ, അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഉപ്പ തുടങ്ങി വെച്ച് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം പൂർത്തിയാക്കിയ അൽ ഹൈക്കലു സുലൈമാനി എന്ന ചരിത്രം പറയുന്ന അൽ മസ്ജിദുൽ അഖ്സയാണ്. അൽ മസ്ജിദുൽ അഖ്സ ജെറൂസലേമിലെ ബൈത്തുൽ മഖ്ദസ്, ഖുദ്സിൽ കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസിൻ്റെ മഹത്വങ്ങൾ നിബിധങ്ങൾ പറയുകയും അവിടെ വെച്ച് ആരെങ്കിലും ഇഹ്റാം ചെയ്ത് അവിടെ നിന്ന് ഉംറക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഉംറ നിർവഹിച്ചു പോയാൽ അവർക്ക് അല്ലാഹു നൽകുന്ന വലിയ പ്രതിഫലം സ്വർഗമാണ് എന്ന് നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ മഹദിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, എനിക്കങ്ങോട്ട് പോവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ഒരുപാട് ദൂരെയാണത്. മിനിമം ഒരു 700-800 കിലോമീറ്റർ ദൂരം വരും. അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ എന്തു ചെയ്യണം? എനിക്കങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ. അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞത്, മൈമൂന ബീവി, നിങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ കത്തിച്ചു വെക്കുന്ന വിളക്കിന് വേണ്ട എണ്ണയെങ്കിലും നിങ്ങൾ അതിലേക്ക് ഹദിയ ചെയ്യണം. മസ്ജിദുൽ അഖ്സയിലെ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ നിങ്ങൾ കൊടുത്തയച്ചാൽ അവിടെ നിസ്കരിച്ചതിൻ്റെ കൂലി അല്ലാഹു നൽകുമെന്ന് ബീവിയോട് പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദിൽ ഒരു ബൾബ് ശരിയാക്കി കൊടുക്കുക, പള്ളിയുടെ ഒരു ലൈറ്റ്, പള്ളിയിലുള്ള സൗകര്യം, അവിടുത്തെ വൃത്തി, ഇതൊക്കെ ഭയങ്കരമാണ്, ചെറുതല്ല. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മു. അല്ലാഹുവിൻ്റെ നാമം ഉയർത്തപ്പെടുന്ന ഭവനമാണിത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാറ്റിനേക്കാളും എല്ലാ വിഷയങ്ങളെക്കാളും വലിയ വിഷയം അല്ലാഹുവേ നിന്റെ വിഷയമാണെന്ന് ഈ ഉമ്മത്തിൻ്റെ പ്രതിനിധികളാണ് മുഅദ്ദിനുമാർ. പള്ളിമുനാരങ്ങളിലൂടെ ഇത് വിളിച്ചു പറയുന്ന നേരം ഈ ഉമ്മത്തിൻ്റെ ശബ്ദമാണ് പള്ളികളിലൂടെ മുഴങ്ങുന്നത്. അതുമാത്രമോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഇന്ന് ഇശാ നിസ്കാരത്തിന് ഇമാം ഓതിയത് സൂറത്തുൽ ദുഹയും സൂറത്തുൽ ശറഹുമാണ്. മദീന പള്ളിയിൽ നിന്നിങ്ങനെ എനിക്ക് ഒരു റമദാനിൽ ഷെയ്ഖ് ഹുദൈഫിയുടെ പിറകിൽ മദീനയിൽ സുബഹിക്ക് ഇമാം വല്ലുഹ ഓതിയ ഒരു രംഗം ഓർമ്മ വന്നു. തൊട്ടപ്പുറത്ത് ഹുജറത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് അവിടെ കിടക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഓതുന്നത്? വല്ലുഹ വല്ലൈലി ഇദാ സജാ
മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയേ, അല്ലാഹു നിങ്ങളോട് പിണങ്ങിയിട്ടില്ല നബിയേ. മാ വദ്ദഅക റബ്ബുക, അങ്ങേ അല്ലാഹു കൈവടിഞ്ഞു എന്നാരൊക്കെയോ പറഞ്ഞല്ലേ. അങ്ങന്റെ മെഹബൂബ് തന്നെയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. അല്ലാഹു അങ്ങേക്ക് തരും. ഫതർളാ, അങ്ങനെ നബിയെ അങ്ങയുടെ മനസ്സ് നിറയുന്നവരെ അല്ലാഹു അങ്ങേക്ക് തരും. തങ്ങൾ പറയാം, എൻ്റെ ഉമ്മത്തികളിൽ ഏതെങ്കിലും ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തി വരൂല. അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിലെ അവസാനത്തെ ആളെ പോലും അള്ളാഹു സ്വർഗത്തിലെത്തിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മഹാനായ റസൂലുള്ളാഹി. അഹ്ലു ബൈത്തിന്റെ സയ്യിദ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അർജൽ ആയത്തി ഫിൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാം എടുത്തു നോക്കിയാൽ അതിലേറ്റവും അള്ളാഹുവിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്ന ആയത്ത്, ഏറ്റവും വലിയ റജാ നൽകുന്ന അർജൽ ആയത്ത് ഫിൽ ഖുർആൻ ഏതാണ്? വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. അള്ളാഹു തരും. ആരിലൂടെ തരും? പുണ്യനബിയിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിനെ ഹബീബുമായി അള്ളാഹു ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ആ ഹബീബ് അവിടെ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ വചനം ഇങ്ങനെ ഓതുമ്പോൾ നമ്മളവിടെ ഹദറത്തിൽ ഇങ്ങനെ ബോധം നമുക്കിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. എന്താണ് ആ ഓതുന്നത്? അലം യജിദ്ക യതീമൻ ഫആവാ. നബിയേ, അങ്ങ് യതീമായിരുന്നപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് അഭയം തന്നില്ലയോ? വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. റിസാലത്തിൻ്റെ വെളിച്ചം എവിടെയാണെന്നറിയാതെ അങ്ങ് നടക്കുമ്പോൾ അല്ലാഹു വഹയിൻ്റെ വെളിച്ചം അങ്ങേക്ക് തന്നില്ലയോ നബിയേ? അതുകൊണ്ട് ഹബീബിനോട് തന്നെ അല്ലാഹു പറയുന്നു, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. തങ്ങളോട് നേരിട്ട് ഇങ്ങനെ അല്ലാഹു പറയാണ്. അത് ഹബീബ് അവിടെ ഇരുന്ന് കേൾക്കാൻ, ഇമാം അവിടെ ഓതുന്നു, ഹബീബ് തൊട്ടടുത്ത് കിടക്കുന്നു. ആ ഒരു വല്ലാത്തൊരനുഭവമാണ്. ഹബീബിനോട് നേരിട്ട് അല്ലാഹു പറയുന്നത് തൊട്ടരികത്തെ ഹബീബ് കേൾക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു അനുഭവം ഇന്ന് ഇശാഇന്റെ ഒന്നാമത്തെ റക്അത്തിൽ ഇമാം ഓതിയത് വദ്ദുഹയാൻ, രണ്ടാമത്തേതിൽ അലം നശ്റഹ് ലക സദ്റക്. അതും ഹബീബിനോടുള്ള നേരെയുള്ള ഖിതാബാണ്. നബിയേ, അങ്ങയുടെ ഹൃദയം അല്ലാഹു അങ്ങേക്ക് വിശാലമാക്കി തന്നില്ലയോ? അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക. അങ്ങേക്ക് വല്ലാത്ത ഭാരമുണ്ടായിരുന്നു, ഉത്തരവാദിത്വത്തിന്റെ ഭാരം, അങ്ങയുടെ ദഅവത്തിന്റെ ഭാരം, ഈ ഉമ്മത്തിനെ സംബന്ധിച്ചുള്ള ഹമ്മും ഗമ്മും എല്ലാം അല്ലാഹു അങ്ങേക്ക് സമാധാനമാക്കി തന്നില്ലയോ നബിയേ? വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയില്ലയോ നബിയേ? അതിൽ മഹാന്മാരായ മുഫസ്സിറുകൾ കൊടുക്കുന്ന ഒരർത്ഥം, പള്ളി മിനാരങ്ങളിലൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 പ്രാവശ്യം അല്ലാഹുവിൻ്റെ ഷഹാദത്ത് വിളിച്ചു പറഞ്ഞാൽ ലോകത്തുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന മസ്ജിദുകളുടെ മുനാരങ്ങളിലൂടെ ഓരോ സെക്കൻഡിലും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹബീബായ നബിയേ, അങ്ങ് അല്ലാഹുവിൻ്റെ ദൂതരാണെന്ന് ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു നബിയേ. എല്ലാ മസ്ജിദുകളുടെയും സമയക്രമങ്ങൾ ഓരോ നാടിൻ്റെയും വ്യത്യസ്തമാണ്. നമുക്കിപ്പോൾ രാത്രി ഇശ കഴിഞ്ഞു, ഗൾഫ് നാടുകളിൽ ഇപ്പോൾ ഇശ ആവുന്നേ ഉള്ളൂ, അവിടെയൊക്കെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ആഫ്രിക്കയിലേക്ക് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇശാഇൻ്റെ സമയമാകുന്നു. അത് കഴിഞ്ഞാൽ നോർത്ത് ആഫ്രിക്കയിലേക്ക്, അത് കഴിഞ്ഞാൽ അങ്ങ് വെസ്റ്റിലേക്ക് അങ്ങ് കടന്നാൽ യൂറോപ്പിൻ്റെ മണ്ണുകളിലേക്ക് മഗ്രിബും ഇശാവും ആയിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. അവിടങ്ങളിലൊക്കെ ഉള്ള വീടുകളിൽ, മസ്ജിദുകളിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്
ഇത് പറയപ്പെടാത്ത ഒരു സെക്കൻഡ് പോലും ഭൂമിയിലില്ലെന്നാണ്. ഈ ഭൂമിയിൽ അഷ്ഹദു അല്ല വാങ്ക് വിളിക്കാത്ത ഒരു നേരമില്ലെന്നാണ്. 24 മണിക്കൂറിലെ ഓരോ സെക്കൻഡിലും ഹബീബിൻ്റെ നാമം ഉച്ചരിക്കപ്പെടുന്നില്ലേ? ഇതാണ് അള്ളാഹു ഹബീബിനെ ഉയർത്തി എന്ന് പറഞ്ഞതിൻ്റെ ഒരർത്ഥം. അത് നിർവഹിക്കുന്നത് മസ്ജിദുകളാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉയർത്തപ്പെടാനും അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലപ്പെടാനും അള്ളാഹു നിശ്ചയിച്ച മസ്ജിദുകൾ. ആരാണ് അവിടെ തസ്ബീഹ് ചൊല്ലുന്നതെന്നറിയുമോ? യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസ്വാൽ. രാവിലെയും വൈകുന്നേരങ്ങളിലും. അതിൻ്റെ ഇടക്കത് പെട്ടു എന്നാണ്. സാധാരണഗതിയിൽ പകൽ സമയം ആളുകൾ ജോലിക്ക് പോകുന്നവരാണ്. രാവിലെയും വൈകുന്നേരങ്ങളിലും പണി കഴിഞ്ഞവർ വിശ്രമത്തിലോ ഇബാദത്തിലോ ചെലവഴിക്കുന്ന സമയമാണ്. രാവിലെകളിലും വൈകുന്നേരങ്ങളിലും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്ന റിജാൽ, പുരുഷന്മാർ അല്ലാഹുവിൻ്റെ മസ്ജിദുകളിൽ വേണം. മസ്ജിദുകൾ മനോഹരമാണ്, ഇന്റർലോക്കുകൾ ചെയ്ത് മനോഹരമാണ് അതിൻ്റെ മുറ്റം. എന്നാൽ അവിടേക്ക് നിസ്കാരത്തിന് ഹയ്യ അലസ്വലയും ഹയ്യ അലൽ ഫലാഹും വിളിച്ചു പറയുമ്പോൾ അങ്ങോട്ട് നടന്നു വരാൻ കഴിയാതെ ക്ഷീണമോ അലസതയോ ആലസ്യമോ വെച്ച് പിടിക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു ഇവിടെ തുറന്നു കാണിക്കുന്നുണ്ട്. റിജാലുൻ, ചില ആളുകൾ അള്ളാഹുവിൻ്റെ മസ്ജിദിന് വേണ്ടി ജീവിക്കുന്നവരാണ്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഓർക്കാൻ അവരുടെ കച്ചവടമോ അവർ വിൽക്കുന്നതോ ഇതൊന്നുമേ അവിടെ പ്രശ്നമല്ല. വിൽക്കുന്നത് വാങ്ങിക്കുന്നത് എന്തെല്ലാം പറയാതിരുന്നത്? വിൽക്കുമ്പോഴാണല്ലോ അവിടെ ലാഭമുണ്ടാകുന്നത്. വിൽക്കുന്ന ആൾക്കാണല്ലോ അവിടെ ലാഭം. അതുകൊണ്ട് കച്ചവടത്തിൽ ബൈഉം ശിറാഉം ഉണ്ടെങ്കിൽ തന്നെയും ബൈഇന്റെ വിഷയമാണ് അല്ലാഹു പറയുന്നത്. സൂറത്തുൽ ജുമുഅയിലും അങ്ങനെ തന്നെയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റിസ്ഖിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബൈഇനെ പറഞ്ഞു. കാരണം വിൽക്കുന്നതപ്പോഴാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ. അല്ലാഹുവിൻ്റെ ജുമുഅ നിസ്കാരം വെള്ളിയാഴ്ചകളിൽ അള്ളാഹിൻ്റെ വെളിയാളം വന്നാൽ നിങ്ങൾ വിൽപ്പന നിർത്തിയിട്ട് പള്ളിയിലേക്ക് പോകണം. വാങ്ങലും നിർത്തണം. വിൽപ്പനയ്ക്കൊരു ആവേശം വേറെ വരും. ഒരു കസ്റ്റമർ വന്നാൽ എനിക്ക് ഇത്ര പൈസ കിട്ടുമല്ലോ, ഒരു ഡീലാണല്ലോ, ആ കച്ചവടം പോലും അവിടെ ചെയ്യരുതേ, നിർത്തിവെക്കണേ. അള്ളാഹു നിങ്ങളെ വിളിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. അവിടത്തേക്ക് മനസ്സിന് വേദനയുള്ള വിഷമമുള്ള എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന ഹബീബിൻ്റെ മെഹബൂബായ മുഅദ്ദിനിനോട് പറയും, അരിഹ്നാ ബിഹാ യാ ബിലാൽ. വാങ്ക് വിളിക്കണേ എന്ന് പറയാൻ പുണ്യനബി ഉപയോഗിച്ച വാക്കതാണ് അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലെ, ആ നിസ്കാരം കൊണ്ട് നമുക്ക് ആശ്വാസം തരൂ. ഇഖാമത്ത് കൊടുക്കിൻ എന്നാണ് അതിൻ്റെ സാരം. നിസ്കാരം കൊണ്ട് എനിക്ക് ആശ്വാസം തരൂ. കാന ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. അവിടത്തേക്ക് മനസ്സിന് വേദനയുള്ള എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നേരെ പോകുന്നത് നിസ്കരിക്കാനാണ്, മുസല്ല വിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ്സലാഹ്. മദീന പള്ളിയിൽ അന്ന് ജുമുഅ നടക്കുമ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ 100 കണക്കിന് ഒട്ടകങ്ങളുടെ മുകളിൽ സിറിയയിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്, ഖുദ്സിൽ നിന്ന്, ബുസ്രയിൽ നിന്ന് കച്ചവട സംഘങ്ങളുമായി, കച്ചവട സാധനങ്ങളുമായി 100 കണക്കിന് ഒട്ടകം, ചില റിവായത്തിൽ അൽഫു ഇബ്ലിൻ 1000 ഉണ്ടായിരുന്നു എന്ന് കാണാം. 1000 ഒട്ടകങ്ങൾ മദീന പള്ളിയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ وإذا رأوا تجارة
ഔ ലഹ്വൻ ഫളൂ ഇലൈഹാ വതറകൂക ഖായിമാ. ഹബീബായ നബി തങ്ങൾ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാസങ്ങളായി വാപ്പയെ കാണാത്ത മക്കൾ അവിടെയുണ്ട്. മാസങ്ങളായി മകനെ കാണാത്ത വാപ്പമാർ അവിടെയുണ്ട്. മാസങ്ങളായി ജ്യേഷ്ഠനെ അനുജനെ കാണാത്തവർ അവിടെയുണ്ട്. അവർ വന്നല്ലോ എന്ന സന്തോഷത്തിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കെ ചില ആളുകൾ മെല്ലെ വാപ്പയെ ഉപ്പയെ അല്ലെങ്കിൽ മകനെ കാണാനൊന്ന് സലാം പറഞ്ഞ് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് മെല്ലെ അങ്ങ് ഇറങ്ങിപ്പോരുമ്പോഴാണ് വതറകൂക ഖായിമാ. പുണ്യ നബിയെ അങ്ങ് മസ്ജിദുൽ നബവിയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിൽക്കുകയും മുമ്പിലുള്ള ആളുകൾ ഇറങ്ങിപ്പോവുകയും ചെയ്തല്ലേ. ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. പറയൂ നബിയെ, അള്ളാഹുവിൻ്റെ പ്രതിഫലവും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തുമാണ് നിങ്ങളുടെ കച്ചവടക്കാളൊക്കെ നല്ലത്, നിങ്ങളുടെ ബിസിനസ്സിനേക്കാളൊക്കെ നല്ലത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് എന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തേക്കണേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ഹബീബിൻ്റെ മുമ്പിൽ ജുമുഅ കഴിഞ്ഞു വന്നിട്ട് യാ റസൂലല്ലാഹ്, മാപ്പാക്കണേ നബിയേ, മാപ്പു തരേണമേ. മുഹാജിറായ സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ ഹബീബാണ് കച്ചവടം ചെയ്യാൻ ബറക്കത്തിന് കയ്യിൽ കൊടുത്തത്. 4 ദീനാർ കയ്യിൽ 4 ദിർഹം നബി തങ്ങൾ കൊടുത്തതല്ല, 4 ദിർഹം കൊണ്ടുവന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചുവല്ലോ, ഹബീബായ നബിയെ, അങ്ങ് ഞങ്ങളോട് കച്ചവടം ചെയ്യാൻ പറഞ്ഞു. അലൈക്കും ബിസ്സൂഖ് ലാ തദഊഹാ ലിൽ യഹൂദ്. ഇവിടെ ജൂതന്മാരാണ് കച്ചവട സംഘങ്ങൾ, അവരാണ് ഇവിടെ മാർക്കറ്റ് പിടിച്ചിടക്കിയിരിക്കുന്നത്. നിങ്ങളും ബിസിനസ് ചെയ്യണം, നിങ്ങളും കച്ചവടം ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ, അവിടെ നിന്ന് ആഹ്വാനം ചെയ്തപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, 4 ദിർഹം കൊണ്ട് എന്ത് കച്ചവടം ചെയ്യാൻ കഴിയും നബിയേ? ഒരു പീടികക്ക് വാടക കൊടുക്കാൻ പറ്റുമോ? സാധനം വാങ്ങിക്കണമെങ്കിൽ കാശ് വേണ്ടേ? 4 ദിർഹമാണ് കയ്യിലുള്ളത്. ഹാത്തിഹായ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, നിങ്ങളത് കൊണ്ടുവരൂ. മഹാനായ പുണ്യനബി അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് ആ കയ്യിൽ അടിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫീ സഫഖതി യദിഹി. അല്ലാഹുവേ, ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്യുന്ന കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് നൽകണമേ. മഹാനായ കുഞ്ഞുക്കോയ തങ്ങളുടെ അരികത്ത് വന്ന് കച്ചവടത്തിന് പോകുന്നവര്, ഗൾഫിലേക്ക് പോകുന്നവര് തങ്ങളുടെ ഒരു ദുആ പ്രതീക്ഷിക്കുന്നുണ്ട്. മഹാനവറുകൾ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നുമുണ്ട്. ഓരോരുത്തരുടെയും കൈപിടിച്ച് ഓരോരുത്തരെയും ആശ്വാസ വാക്ക് പറയാൻ ഒരു മനുഷ്യന് ആരോഗ്യം കഴിയുമോ? തങ്ങൾ തന്നെ ക്ഷീണത്തിലാണ്. ആരും അതിലൊരു വിഷമം വിചാരിക്കേണ്ട. ഈ മഹാത്തായ ഈ ഒരു മജ്ലിസിൻ്റെ മഖാമിൻ്റെ പരിസരത്തെത്തിയാൽ തന്നെ മഹാന്മാരായ സയ്യിദന്മാരുടെ മനസ്സിൻ്റെ സ്നേഹവും അവരുടെ പ്രാർത്ഥനയും നമുക്കുണ്ട് തന്നെ, അല്ലെങ്കിലുമുണ്ട് ഈ ഉമ്മത്തിന്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ മുഹറം 1 തങ്ങളിൽ നിന്ന് ഒരു ചെറിയൊരു നാണയത്തൊട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. പെരുന്നാളിനും റമദാനിനും വിശേഷപ്പെട്ട ദിവസങ്ങളിലുമൊക്കെ ഇത് പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തതാ നബിയെ. 4 ഞാൻ എന്ത് ചെയ്യും നബിയെ? കൈ നീട്ടിന അബ്ദുറഹ്മാൻ ഇബ്നു ആ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, اللهم بارك لي عبد الرحمن بن عوف في صفقة يده. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരുടെ കച്ചവടത്തിന് അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണമേ. മഹാൻ പറയാ, ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു പാറക്കല്ലൊക്കെ കാണുമ്പോൾ ഉരുട്ടിയാലോ എന്ന് തോന്നും, അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ട് എന്നെനിക്ക് തോന്നുമായിരുന്നു. എന്ത് കച്ചവടം ചെയ്താലും ബറക്കത്ത്, എന്ത് ചെയ്താലും ലാഭം, എന്ത് ചെയ്താലും അവിടെ നിഅമത്ത്. അങ്ങനെ ഒരു കാലത്തിലൂടെയാ ഞാൻ കടന്നു വന്നത്. നബിയേ, എൻ്റെ കച്ചവട സംഘം അങ്ങയുടെ മസ്ജിദിൻ്റെ മുമ്പിലെത്തി നിൽക്കുമ്പോൾ ആ പള്ളിയിൽ നടന്ന ഖുതുബയിൽ അങ്ങയുടെ ഖുതുബക്ക് ചെറിയൊരു പ്രയാസം എൻ്റെ കച്ചവട സംഘം കൊണ്ടുണ്ടായോ നബിയെ? എന്നോട് പൊറുക്കണേ. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മയും വാപ്പയും അവരെക്കാളൊക്കെ നബിയെ അങ്ങയെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാനെന്ന് പറഞ്ഞോട്ടെ, ഈ 1000 ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സാധനങ്ങളും സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ് അങ്ങേക്ക് തന്നു നബിയെ. ഇത് അങ്ങ് എടുത്തോളൂ നബി, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട.
അങ്ങയുടെ മസ്ജിദിലെ ഒരു ഖുതുബക്ക് എൻ്റെ ഈ കച്ചവടം കൊണ്ട് ഒരു പ്രയാസമുണ്ടായെങ്കിൽ നബിയേ എനിക്കത് വേണ്ട ഫഇന്നഹാ സദഖത്തുൻ ഫീ സബീലില്ലാഹ്. ഇങ്ങനെ ചെയ്തൊരു മഹാനെ മദീനയിൽ നമുക്ക് കാണുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പുണ്യ നിബിതങ്ങൾ വന്നപ്പോൾ ഹബീബായ നിബിതങ്ങളുടെ വിശുദ്ധമായ മസ്ജിദ് ഖുബാഇന്റെ പണി ആദ്യമായി നിബിതങ്ങൾ തുടങ്ങി വെച്ചു. മദീനയിലെത്തിയപ്പോൾ അവിടെ നിന്ന് ആദ്യം ചെയ്തത് മസ്ജിദ് നിർമ്മിക്കുകയാണ്. അവിടുത്തെ ആളുകളെ അള്ളാഹുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു ഇടം, അത് മസ്ജിദാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് അതാണ് പണി കഴിപ്പിച്ചത്. ആ മസ്ജിദിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ ഏകദേശം പള്ളിയുടെ ചുമരുകളൊക്കെ പൊങ്ങി നിൽക്കുന്നു. ആ പള്ളിയിലേക്ക് ആരാണ് കട്ടകൾ, മണ്ണിൻ്റെ കട്ടകൾ കൊണ്ടുവന്നത് ആരെന്നറിയുമോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലെ എന്ന് പറയുമ്പോൾ പുണ്യ നബിതങ്ങളുടെ കാലശേഷം എന്നാണ് അത് നമ്മൾ ഇപ്പർത്ഥം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മസ്ജിദ് ഹബീബായ നബിതങ്ങൾ ഖുബാ പള്ളിയായി ഹബീബ് നിർമ്മിച്ച മസ്ജിദാണ്. ഹബീബിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ മസ്ജിദ്. അള്ളാഹിൻ്റെ ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ് കഅബയാണ്, ഒരു സംശയവുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അൽ മസ്ജിദുൽ അഖ്സയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിന് ശ്രേഷ്ഠമായി ലഭിച്ച മസ്ജിദ്, ഹബീബിൻ്റെ കൈകൊണ്ട് തങ്ങൾ പടുത്തുയർത്തിയ മസ്ജിദ്, മസ്ജിദ് ഖുബാ മസ്ജിദാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അൽ മസ്ജിദുൻ നബവി തങ്ങൾ എടുക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൻ്റെ പള്ളിയുടെ മുറ്റത്താണ് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്. അവിടുത്തെ പേര് റുമൈസ്വാ ബീവി എന്നായിരുന്നു. ഉമ്മു സുലൈം റുമൈസ്വാ റളിയല്ലാഹു അൻഹ. സമിഅതു ഖശ്ഫതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഞാനൊരു കാലൊച്ച കേട്ടു. നോക്കുമ്പോൾ ഫഇദാ അന ബിറുമൈസ്വാഇ ഇംറഅതി അബീ ത്വൽഹ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായ റുമൈസ്വാ ബീവി എൻ്റെ മുമ്പിലുണ്ടായിരുന്നു എന്ന് സ്വർഗത്തെ സംബന്ധിച്ച് പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉരീതുൽ ജന്നത അൽ ബാരിഹ, കഴിഞ്ഞ രാത്രി ഞാൻ സ്വർഗം കണ്ടു. ദഖൽതു ഫീഹാ, ഞാൻ സ്വർഗത്തിൽ കടന്നുവെന്ന് ഹബീബായ നബി തങ്ങളുടെ റൂഹുമായുള്ള ഹബീബിൻ്റെ ഒരു യാത്ര. സ്വപ്നങ്ങളിൽ ഒരുപാട് തങ്ങൾക്കുണ്ട് സ്വർഗലോകത്തേക്കുള്ള യാത്ര. ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും അവിടുത്തെ ശരീരവുമായി പോയ യാത്രയല്ലാതെ തന്നെ ഒരുപാട് തവണ ഹബീബിന് അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ബീവി ചെയ്ത ഏറ്റവും വലിയ ഗുണമെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ഖുബാ പള്ളിയുടെ മുറ്റത്ത് വന്ന് നിന്ന് മഹദി പറയുകയാണ്, നബിയേ, അങ്ങ് മദീനയിലേക്ക് വന്നപ്പോൾ എല്ലാവരും അങ്ങേക്ക് ഓരോ സമ്മാനങ്ങൾ തന്നുവല്ലോ നബിയേ. എൻ്റെ കയ്യിൽ സമ്മാനമില്ല. ഞാനൊരു പാവം പെണ്ണാണ് നബിയേ, എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്. ഹബീബായ നബിയേ, എനിക്ക് അങ്ങേക്ക് സമ്മാനമായി നൽകാൻ ഒരു മോനുണ്ട്, 10 വയസ്സുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. എൻ്റെ മോനെ അങ്ങയുടെ ഖിദ്മത്തിന് ഞാൻ ഏൽപ്പിച്ചു തരട്ടെയോ നബിയേ എന്ന് പറഞ്ഞ് ഒരേ ഒരു മോനെ ഹബീബിൻ്റെ പള്ളിയിലേക്ക് ഹബീബിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു പോയ ഉമ്മയാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ റുമൈസ്വാ ബീവി റളിയല്ലാഹു തആല അൻഹാ. ആ മഹദിയുടെ ചരിത്രങ്ങൾ ഒരുപാട് വേറെയുമുണ്ട്. സഹനത്തിൻ്റെ, ക്ഷമയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഉമ്മത്തിന് കാണിച്ചു കൊടുത്ത ബീവിയാണത്.
സുബ്ർ ബാറക്കല്ലാഹു ഫീ ലൈലതികുമാ എന്ന ഹബീബായ നബി തങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ, അവിടുത്തെ മുമ്പിൽ വന്ന് പരാതി പറയാൻ, ഹബീബിൻ്റെ മുന്നിൽ വന്ന് വിഷയം അവതരിപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ഹബീബിനെ കാത്തിരിക്കുന്നത്. വിശുദ്ധമായ അൽ മസ്ജിദുൻ നബവി, അവിടെയാണ് ഹബീബിൻ്റെ, അവിടുത്തെ പ്രിയപ്പെട്ട സൗജാത്തിൻ്റെ, നമ്മുടെ ഉമ്മമാരുടെ വീടുകളുള്ളത്, ഹുജ്റത്തുള്ളത്. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയിട്ടുണ്ട്. ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവിയുടെ ഒരു എക്സ്പാൻഷൻ, അതിൻ്റെ ഒരു വിപുലീകരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്ത് നടക്കുമ്പോൾ മഹാനായ ഫുഖഹാഉൽ മദീനയിൽപ്പെട്ട ഫുഖഹാഉ സബ്അയിൽപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അവിടുത്തെ ഭാര്യമാർ ഹബീബ് തങ്ങൾ ഹബീബായ നബി തങ്ങൾ സുന്നത്ത് നിസ്കരിക്കുകയും അവിടുന്ന് കിടന്നുറങ്ങുകയും ജീവിക്കുകയും ചെയ്തു പോയ ആ ഓരോരോ മുറികളും നിങ്ങൾ പൊളിക്കരുതേ പൊളിക്കരുതേ എന്ന് മഹാൻ പറയുമായിരുന്നു. പക്ഷേ പള്ളിയുടെ വികസനത്തിന് അതവിടെ ചെയ്യേണ്ടി വന്നു. മഹാനവറുകൾ ആ വികസനം നടന്നു കഴിഞ്ഞതിന് ശേഷം കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, ഞാൻ കൊതിച്ചു പോവുകയാണ് മസ്ജിദുൻ നബവിയുടെ ചുറ്റുമുണ്ടായിരുന്ന ഹബീബിൻ്റെ ഭാര്യമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവർ താമസിച്ചു പോയ ആ ഒരു റൂമുകളെല്ലാം അവിടെ തന്നെ നിലനിന്നിരുന്നുവെങ്കിൽ നമ്മുടെ ഹബീബ് എങ്ങനെയാണ് ജീവിച്ചത് എന്ന് പിൽക്കാലത്ത് വരുന്ന മുഅ്മിനീങ്ങൾക്ക് കാണാൻ ഒരു ദലാലത്തായി അതവിടെ ശേഷിക്കണമായിരുന്നു. ആ ആഹാറുകൾ അവിടെ നിൽക്കണമായിരുന്നു എന്നാണ് ഞാൻ കൊതിച്ചു പോയത്, അതിന് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നുവത്രേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ആളുകൾ ഒരുപാട് അവിടെ തടിച്ചുകൂടുന്നു. പുണ്യനബി തങ്ങളെ അവിടത്തോട് വേവലാതി ബോധിപ്പിക്കാൻ മഴയില്ലാതെ വിഷമിച്ചിരുന്ന സമയം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസല്ലയോ, നബിയേ ഹലകത്തിൽ മവാശി, നബിയേ കന്നുകാലികൾ ചത്തുടങ്ങാൻ ചത്തുപോവാൻ തുടങ്ങി, നബിയേ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ഉമ്മമാർക്ക് പാലില്ല, നബിയേ വെള്ളമില്ല, അസ്വാബനാ ഖഹ്തുൻ, അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് ദുആ ഇറക്കണേ. മിമ്പറിൽ നിന്നുകൊണ്ടാണ് ഹബീബ് ദുആ ചെയ്യുന്നത്. മസ്ജിദുൻ നബവിയുടെ മിമ്പറാണ്, മെഹ്റാബാണ് അതിന് സാക്ഷി. ഇന്ന് നമ്മൾ വിശുദ്ധമായ മദീന പള്ളിയിലേക്ക് ബാബുസലാമിലൂടെ കടന്നു പോകുമ്പോൾ ആ ഫോണൊക്കെ അവിടെ നിന്ന് എടുത്തു വെച്ചിട്ട് ഫോൺ എടുക്കുന്ന ആളുകളെയും ശ്രദ്ധിക്കാതെ, എന്തൊരു വലിയ അദബ് കേടാണതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് തവണ ഓർമ്മിപ്പിച്ച വിഷയങ്ങളാണ്. എന്നാലും മലയാളി മുസ്ലിമീങ്ങളായ ആളുകൾ, ഇത് കേൾക്കുന്നവർ അറിയുന്നവർ ദയവ് ചെയ്ത് ചെയ്യരുതേ. ഹബീബിൻ്റെ പള്ളിയിൽ ക്യാമറ എടുക്കണ്ട, അത് ഒട്ടും പുണ്യമുള്ള കാര്യമല്ല, അല്ലാത്തിടത്ത് തന്നെ. എന്നിട്ട് ആ മസ്ജിദിൽ വിശുദ്ധമായ ഹബീബിനോട് സലാം പറയാൻ ബാബുസലാമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇടതുഭാഗത്തെ ഹബീബിൻ്റെ മിമ്പറുണ്ട്, അവിടുത്തെ മെഹ്റാബുണ്ട്. മെഹ്റാബ് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൻ്റെ മിമ്പർ അവിടെയുണ്ട്. ആ മിമ്പറിൽ അന്നൊരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൻ്റെ കാലത്ത് ഉമർ തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് റസൂലുള്ളാഹി തങ്ങളാണ് ആ മിമ്പറിൽ കയറുന്നത്. തങ്ങളുടെ കാലശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മിമ്പറിൽ ഖുത്ബയോദാൻ വേണ്ടി കയറി നിന്ന നേരത്ത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടി ഹുസൈൻ എന്നവരെ, ഫാത്തിമ ബീവിയുടെ മോന്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മിമ്പറ, അത് വല്ലിപ്പയുടെ മിമ്പറയാണ്. ആ മിമ്പറിൻ്റെ അരികത്തേക്ക് വന്നു. ഉമർ എന്നവർ ആ മിമ്പറിൽ കയറി നിൽക്കുന്നുണ്ട്. ഇൻസിൽ മിൻ മിമ്പരി ജദ്ദി, ഇതെൻ്റെ വല്ലിപ്പയുടെ മിമ്പറാണ്, ഇവിടെ നിന്ന് ഇറങ്ങണേ. ഉമർ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ എന്നവർ ചെറിയ കുട്ടിയാണ്. ഇൻസിൽ ഇറങ്ങണേ, മിൻ മിമ്പരി ജദ്ദി, ഇതെൻ്റെ വല്ലിപ്പയുടെ മിമ്പറാണ്. ഉമർ റളിയല്ലാഹു അൻഹു കരച്ചിലടക്കാൻ പറ്റിയില്ല. ഉമർ തങ്ങൾക്ക് പറയാൻ പറ്റുമല്ല എന്ന്, ആണല്ലോ ഹബീബിൻ്റെ മിമ്പറാണ്. പക്ഷെ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിലേക്ക് ബർസഖിയായ യാത്രയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവല്ലോ, നമ്മോടൊപ്പം ഭൂമിക്ക് മുകളിലില്ലല്ലോ. മഹാനായ ഉമർ എന്നവർ പറഞ്ഞു, മോനെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ
നിങ്ങളുടെ കുടുംബത്തിൻ്റെ മഹത്വമല്ലാതെ എന്താണ് ഒരു മുസ്ലിമിൻ്റെ തലയിൽ മുളക്കുന്ന മുടി പോലും ഈ കുടുംബത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവല്ലോ. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കാണത്. അഹ്ലു ബൈത്തിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു മോനെ. അങ്ങയുടെ വല്ലിപ്പയുടെ നമ്മുടെ ഒക്കെ ഹബീബിൻ്റെ മിമ്പറാണിത് മോനെ. ഖുതുബക്ക് നിന്നതല്ലേ, ഞാൻ നിന്നോട്ടെ. ആ മോനോട് ചോദിക്കുക ഉമർ റളിയല്ലാഹു അൻഹു. കുട്ടിക്ക് സങ്കടമടക്കാൻ പറ്റിയില്ല. എൻ്റെ വല്ലിപ്പ കയറി നിൽക്കുന്ന മിമ്പറല്ലേ ഇത്. ആ മിമ്പറിൽ നിന്നാണ് ഹബീബ് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ. അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വമാ ഫിസ് സമാഇ മിൻ ഖുസ്അതി സഹാബ്. മേഘത്തിൻ്റെ ഒരു പടലം പോലും അന്ന് ആകാശത്തില്ല. ആകാശത്തെളിഞ്ഞ് ബ്ലൂ സ്കൈ ആയി നിൽക്കുകയാണ്. നല്ല ചൂടുള്ള കാലം. അവിടുന്ന് മിമ്പറിൽ നിന്ന് ദുആ ചെയ്യുന്നു. ആ ദുആ അതിൻ്റെ ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും ഇവിടെ നിന്നില്ലാത്ത വിധം മദീനയുടെ മുകളിലേക്ക് കറുത്ത കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ഞങ്ങൾ കണ്ടു എന്ന് അനസ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിലാണ് കിടക്കുന്നത്. അത്രയും പ്രബലമായ സംഭവം, മുതവാത്തിറായ സംഭവം. മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ആ ജുമുഅയിൽ സുജൂദിൽ തലവെച്ചപ്പോൾ ചെളിവെള്ളത്തിലായിരുന്നു ഞങ്ങൾ തലവെച്ചത്. പള്ളിയിലും മഴ കിട്ടി എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു മസ്ജിദിൻ്റെ മെഹ്റാബിലാണ്, മിമ്പറിലാണ് അള്ളാഹുവിൻ്റെ ഹദ്റത്തിൽ നിന്ന് ഇജാബത്തുകൾ വന്നുകൊണ്ടിരുന്നത്. ആ മിമ്പറിൽ പുണ്യനബി കാലെടുത്ത് കയറുമ്പോൾ വിശുദ്ധമായ മദീനത്തുൻ നബിയുടെ അൽ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ അവിടുന്ന് പറഞ്ഞില്ലേ ആമീൻ. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോൾ വീണ്ടും പറഞ്ഞു ആമീൻ. മൂന്നാമത്തെ മിമ്പറിൻ്റെ സ്റ്റെപ്പിലും പറഞ്ഞു ആമീൻ. യാ റസൂലല്ലാഹ് സമിഅനാക അമ്മൻസ്. അങ്ങ് ആമീൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു നബിയെ. ആരും ഇവിടെ ദുആ ചെയ്തില്ലല്ലോ, ഞങ്ങൾ കേട്ടില്ലല്ലോ. അതാനി ജിബ്രീലു അലൈഹിസ്സലാം. മസ്ജിദുൻ നബവിയുടെ വിശുദ്ധമായ മിമ്പറയുടെ ഓരോ സ്റ്റെപ്പുകൾ നബി തങ്ങൾ കയറുമ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നിട്ട് നബിയോട് പറയുന്നു, നബിയെ ഇന്നി ദാഇൻ, ഞാൻ ദുആ ഇറക്കാൻ പോകുന്നു നബിയെ, എൻ്റെ ദുആഇന് നിങ്ങൾ ആമീൻ പറയണം. ഞാൻ പറയാം. ആദ്യത്തെ ദുആ ആമീൻ പറയണേ നബിയേ. മൻ അതാഹു റമളാനു ഫലം യുഗ്ഫർ ലഹു റഗിമ അൻഫു മൻ അതാഹു റമളാനു ഫലം യുഗ്ഫർ ലഹു. ഒരാൾക്ക് നഷ്ടം സംഭവിക്കട്ടെ, റമളാൻ മുഴുവൻ കഴിഞ്ഞു പോയിട്ടും അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കാൻ ഒരു തൗഫീഖ് പോലും കിട്ടാത്ത മനുഷ്യൻ, അവൻ്റെ മൂക്ക് മണ്ണിലുരസട്ടെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പറയും നബിയെ ആമീൻ ആമീൻ. റഗിമ അൻഫുമൻ, ഹബീബായ നബിയെ അങ്ങയുടെ പേര് മുഹമ്മദ് എന്നോ അഹ്മദ് എന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അഹ്മദാണ്, അവിടുന്ന് അൽ മാഹി ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് പറയപ്പെടുമ്പോൾ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ തന്നെ വേണം മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ പേര് പറയപ്പെടുമ്പോൾ മടി കാരണം ചുണ്ടനക്കാതെ ആരെങ്കിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മടി കാണിച്ചാൽ അവരിൽ നിന്ന് അള്ളാഹിൻ്റെ റഹ്മത്ത് ദൂരെയാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ദുആ. നമ്മൾ വിചാരിക്കും എന്തേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവാത്തത്? വലിയൊരു കാരണം ഹബീബിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലാൻ പിശുക്കുന്ന അവസ്ഥ നമ്മളറിയാതെ ശീലിച്ചു പോകുന്നുണ്ടാവും. അങ്ങനെ മിണ്ടാണ്ടിരിക്കും. തങ്ങളുടെ പേരിങ്ങനെ കേൾക്കുന്നു, അത് കാസറ്റ് കേട്ടാലും ചൊല്ലിക്കോ, കൂലി കിട്ടും. അത് നിങ്ങൾ വീഡിയോ യൂട്യൂബ് കേട്ടാലും ചൊല്ലിക്കോളൂ, ഫേസ്ബുക്കിൽ കേട്ടാലും ചൊല്ലിക്കോ. നമ്മുടെ ഫിഖഹിൻ്റെ മസ്അലയിലേക്ക് ഇറങ്ങിച്ചെന്നത് ഒറിജിനൽ തന്നെയാണോ, അതിപ്പോൾ ആൾ പറഞ്ഞു തന്നെയാണോ, അതിപ്പോൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യല്ലേ? അദബൻ മഅ റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങളോടുള്ള അദബ് എപ്പോഴൊക്കെ ചൊല്ലണം എന്നാണ്. എപ്പോഴും ഹബീബിൻ്റെ പേര് കേട്ടാൽ ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ആമീൻ പറഞ്ഞത് ആരാണ്? ദുആ ചെയ്തത് ആരാണ്? സയ്യിദുൽ അംലാക്കിൻ്റെ ദുആ, സയ്യിദുൽ ഖൽഖിൻ്റെ ആമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതൊരു ആമീൻ പറഞ്ഞത്
എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങൾ ഓർത്തു വെക്കണേ, മറന്നു പോകരുത്. ഇത് മസ്ജിദുൻ നബവി എന്ന ഹബീബിൻ്റെ മസ്ജിദിൻ്റെ ഉള്ളിൽ നടന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്ന അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അമീനായ മലക്ക് ഹബീബായ തങ്ങളോട് ജുമുഅ ദിവസം മിമ്പറിൽ ഖുതുബ എന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ചയിലെ ഇബാദത്തിന് ഹബീബായ നബി കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തോട് വന്ന് പറഞ്ഞു കൊടുത്ത ദുആയാണിത്. എന്താ ദുആ? റഗിമ അൻഫു മൻ അദ്റക വാലിദൈഹി ഫലം യുഗ്ഫർ ലഹുമാ. സ്വന്തം വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് ശരീരം തളർന്നു പോകുന്ന വാർദ്ധക്യം വരുന്ന സമയം, പ്രായമാകുമ്പോൾ, വിഷമമാകുന്ന ഘട്ടങ്ങളിൽ, കൂടെ ഒരാളില്ലാതെ നടക്കാൻ കഴിയാതെ വരുമ്പോൾ, സഹായത്തിന് ആള് വേണ്ടി വരുമ്പോൾ, വർത്തമാനം പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, വസ്ത്രത്തിലറിയാതെ മൂത്രമായി പോകുമ്പോൾ, ബെഡിൽ കിടന്നിടത്ത് വിസർജമായി പോകുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ തട്ടിച്ചിന്തിക്കളയുമ്പോൾ, പറഞ്ഞതും ചോദിച്ചതും തന്നെ വീണ്ടും പറഞ്ഞും വീണ്ടും ചോദിച്ചും മക്കൾക്ക് അരോസരമുണ്ടാക്കുന്ന ഘട്ടങ്ങളിലേക്ക്, അറുതലുൽ ഉംറിലേക്ക് നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും പ്രായത്തിലേക്ക് കടന്നു വന്നാൽ, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക്, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവർക്ക്, അവരെ പരിപാലിക്കുന്നവർക്ക്, അവർക്ക് സ്നേഹം അവിടെ കൊടുക്കുന്നവർക്ക്, അവരുടെ എല്ലാ ചീത്ത വാക്കുകളെങ്ങാനും വന്നാൽ പോലും അത് സഹിക്കുന്ന മക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ 2 വാതിലുകൾ നിങ്ങളുടെ കൈകളിൽ കിട്ടിയിട്ട് ആ മാതാപിതാവിനെ നോക്കാതെ ജ്യേഷ്ഠൻ കൊണ്ടുപോയിക്കോട്ടെ, പെങ്ങൾ പറയും അളിയനത് ഇഷ്ടമായില്ല ഇവിടെ വന്നാൽ, അതുകൊണ്ട് കാക്ക കൊണ്ടുപോട്ടെ, എളാപ്പ കൊണ്ടുപോയിക്കോട്ടെ, മൂത്താപ്പ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞ് മക്കൾ മാതാപിതാക്കളെ വെച്ച് തട്ടിക്കളിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ദുന്യാവും ആഖിറവുമാണ് നിങ്ങൾക്ക് നഷ്ടമാവുന്നത്. ആ ഉമ്മയോ വാപ്പയോ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ കാലിൽ ചെളിയുണ്ടായിരിക്കാം, നിങ്ങളുടെ വീടൊന്ന് വൃത്തികേടായി എന്ന് വന്നേക്കാം, കാലിൻ്റെ പാടുകൾ ഉണ്ടായെന്ന് വന്നേക്കാം, തുപ്പാൻ പാടില്ലാതെ തുപ്പിന്ന് വന്നേക്കാം, അവർക്ക് ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാൻ അറിയില്ലായിരിക്കാം, അവിടെ ഇവിടെയും മൂത്രായി എന്ന് വന്നേക്കാം. ഇതൊക്കെ ആയാലും നിങ്ങളുടെ വീടാണ് നന്നാക്കിയെടുക്കാം. എന്നാൽ അവരെ സന്തോഷിപ്പിക്കുകയും അവരെ വേദനിപ്പിക്കാതിരിക്കുകയും അവരുടെ കൈപിടിച്ച് ഉപ്പ ഉമ്മ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് കണ്ടറിഞ്ഞ് ആ ഉപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ദുന്യാവിൻ്റെ വീട് മാത്രമല്ല, അള്ളാഹുവിൻ്റെ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. മാതാപിതാക്കളെ പ്രായമായ സമയത്ത് ജീവനോടെ മാതാപിതാക്കളെ പരിപാലിക്കാൻ അവസരമുണ്ടായ ആൺമക്കൾക്കും പെൺമക്കൾക്കും ആ വാപ്പയെ ഉമ്മയെ നോക്കാൻ കഴിയാത്തത് കൊണ്ടാവരുത്, സാധിക്കുമെന്നിരിക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവരോട് ഖിദ്മത്ത് ചെയ്യാതിരിക്കുന്നവർക്ക് നഷ്ടം വരട്ടെ. പറയൂ നബിയെ ആമീൻ. ആ ആമീനിന് ഹബീബ്, ആ ദുആഇന് ഹബീബ് ആമീൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ, മാതാപിതാക്കൾ മരിച്ചുപോയി ഖബറിലായിരിക്കാം പലരുടേതും. ഇതൊന്നും ഒരുപക്ഷെ അന്ന് ഓർമ്മ ഉണ്ടായിരിക്കണമെന്നില്ല. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചോളൂ. ആ മാതാപിതാക്കളുടെ ഖബറിൻ്റെ അരികത്ത് ചെന്ന് പൊറുക്കലിനെ ചോദിച്ചോളൂ, മാപ്പ് ചോദിച്ചോളൂ. പൊറുക്കലിനെ തരാൻ വേണ്ടി പറയും, അവരോട് മാപ്പ് തരാൻ വേണ്ടി പറയും. റബ്ബിനോട് മാപ്പിനെ ചോദിച്ചോളൂ. അവരുടെ റിളയിലാണ് അള്ളാഹുവിൻ്റെ റിളയുള്ളത്, അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ളത്. നമ്മുടെ വീടുകളിൽ അള്ളാഹു നമുക്ക് നൽകുന്ന സ്വർഗമാണ് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് റബ്ബേ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. അവന്ന് മരിച്ചുപോയവർക്ക് ഖബറിൽ സ്വർഗം നൽകണേ റബ്ബേ, സ്വർഗം നൽകണേ റബ്ബേ. ആ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മക്കളോട് വിഷമമുണ്ടാവരുതേ റബ്ബേ. അവരുടെ മനസ്സിലെ വിഷമങ്ങളെ നീക്കിക്കളയണേ പടച്ചവനെ. അവരുടെ പൊരുത്തം മക്കൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നു റബ്ബേ, നീ അവർക്ക് കൊടുക്കണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ. ഹബീബായ നബി തങ്ങളുടെ വിശുദ്ധമായ പള്ളിയിൽ ഒരു മിമ്പറയുണ്ട്. ആ മിമ്പറ ഹബീബായ നബി തങ്ങളുടെ ഷറഫായ 2 കൈകൾ, ആ കൈകളാൽ പുണ്യനിബിതങ്ങൾ ആ മിമ്പറ നീക്കി വെച്ചിട്ട്
ആ മിമ്പറയിൽ ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തിയിരുന്നു. എന്നിട്ട് ആ സ്വഹാബിയോടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഉഹ്ജുഹും വജിബ്രീലു മഅക്, ഉഹ്ജുഹും വജിബ്രീലു മഅക്, ഉഹ്ജുഹും വജിബ്രീലു മഅക്. ഹസ്സാൻ ഇബ്നു സാബിത്ത് ഷാഇറു റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹബീബായ നബി തങ്ങളുടെ ഷാഇറാണ്. ഹബീബിന് വേണ്ടി പാട്ട് പാടുന്ന ആളാണ്. ഹബീബിൻ്റെ മദ്ഹ് പറയുന്ന, ഹബീബിൻ്റെ മൗലിദ് നമ്മൾ പറയുന്ന വാക്കർത്ഥം തന്നെ അതിൻ്റെ ആശയം ഹബീബിൻ്റെ മദ്ഹ് എന്നാണ്. പുണ്യനബി തങ്ങൾക്ക് വേണ്ടി മദ്ഹ് പാടിയിരുന്ന ഹസ്സാൻ റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, അവരോട് നബി തങ്ങൾ മസ്ജിദുൻ നബവിയിലെ കസേര ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട്, ഹസ്സാനെ ഇരുന്നോളൂ. ഇസ്ലാമിനെതിരെ, തൗഹീദിനെതിരെ, പുണ്യനബി തങ്ങൾക്കെതിരെ കവിതകളിലും അല്ലാത്ത സാഹിത്യങ്ങളിലും ആക്ഷേപം നടത്തുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള മറുപടി ഈ മസ്ജിദിൽ നിന്നാണ് പോകേണ്ടത്. ഹബീബായ തങ്ങൾ ഇരുന്നിരുന്ന ഒരു കസേര, ഒരു മിമ്പർ മഹാനായ ഹസ്സാൻ എന്നവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടാ പറഞ്ഞത്, ഇരുന്നോളൂ ഹസ്സാനെ. ഉഹ്ജുഹും, ശത്രുക്കൾക്ക് മറുപടി കൊടുക്കൂ. നിങ്ങളുടെ കാവ്യഭാഷയിൽ, നിങ്ങളുടെ കവിതകളിൽ, നിങ്ങളുടെ പാട്ടുകളിൽ നിങ്ങൾ ഹബീബായ നബി തങ്ങൾ കൊടുത്ത അംഗീകാരമാണ്, നിർദ്ദേശമാണ്. ഹസ്സാനെ മറുപടി കൊടുത്തോളൂ. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണ്? വജിബ്രീലു മഅക്, നിങ്ങളോടൊപ്പം ജിബ്രീലു അലൈഹിസ്സലാം ഉണ്ട്. ഉഹ്ജുഹും വജിബ്രീലു മഅക്. അതാണ് ഹസ്സാൻ സാബിത്ത് എന്നവിടെ പാട്ട് കേട്ടപ്പോഴേ ബനൂ തമീമിലെ ഒരു നിവേദക സംഘം ഹബീബിന്റെ മുമ്പിൽ വന്ന ചരിത്രമുണ്ട്. ഹുജറാത്തിൽ അല്ലാഹു തആല പറഞ്ഞ അറാബികൾ, സുബർഖാൻ ഇബ്നു ബദർ ഭയങ്കര കവിയാണ്. നമുക്ക് അതാ സംഭവം ഒന്ന് വിശദീകരിക്കണം ഇൻഷാ അല്ലാഹ്. ആ കവിതൊക്കെ അവർ പറയാ, ഇത് എങ്ങനെ പാടുന്നു, ഞങ്ങളുടെ കവിയൊക്കെ തോറ്റുപോയല്ലോ എന്ന്. ഞങ്ങളുടെ കവിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ. വഅജ്മലു മിൻക വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ സല്ലല്ലാഹു അലൈഹി വസല്ലം. وأجمل منك لم تر قط عيني, അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ നബിയെ എൻ്റെ കണ്ണുകളാൽ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇനി കാണുകയുമില്ല. وأحسن منك لم تلد النساء, അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ ഒരു പെണ്ണിനും പ്രസവിക്കാൻ കഴിഞ്ഞിട്ടില്ല. خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. ഒരു ന്യൂനതയുമില്ലല്ലോ നബിയേ, ഒന്നുമില്ല. എന്ത് മനോഹരം, എന്ത് മനോഹരം നബിയേ. طبت حيا وميتا, ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്കെന്ത് സുഗന്ധം നബിയേ, വഫാത്തായി കിടക്കുമ്പോഴും അങ്ങേക്കെന്ത് സുഗന്ധം എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. എങ്ങനെയാണോ അല്ലാഹു അങ്ങയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത്, അതുപോലെ തന്നെയാണല്ലോ നബിയെ അല്ലാഹു അങ്ങയെ സൃഷ്ടിച്ചത്. എന്തൊരു മനോഹരമാണ് നബിയെ. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിഥ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി الشفيع الأبتحي والحبيب العربي. وإذا خطبت فللمنابر حزة تعر الندي وللقلوب بكاء. وإذا خطبت فللمنابر هزة تعر الندي وللقلوب بكاء.
شهد الأنام بصدقه حتى العداء والحق ما شهدت به الأعداء صدقت يا رسول الله صدقت يا حبيب الله صدقت يا خير خلق الله ഹബീബിൻ്റെ പള്ളിയിലേക്ക് നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ അതിഥി സയ്യിദും ഷരീഫുമായ സയ്യിദ് കുടുംബത്തിൽ ദിഫായി ഷെയ്ഖ് തങ്ങളവറുകളുടെ പേരക്കുട്ടിയായി ഈ വിശുദ്ധ മണ്ണിലേക്ക് നമുക്ക് വലിയൊരു നിധിയായി ലഭിച്ച طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي اللهم صل وسلم وبارك عليه إن شاء الله ബഹുമാനപ്പെട്ടവരെ അല്പസമയം കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ബർക്കത്തിന് വേണ്ടി അല്പം സംസാരിക്കും, ദുആ ചെയ്യും. അല്ലാഹു തആല ഈ ഉമ്മത്തിന് പിടിക്കയറായി അള്ളാഹു നൽകുന്നതാണ് സാദാത്യങ്ങൾ, സയ്യിദന്മാർ, ആലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ സൂഫിയാക്കൾ. അള്ളാഹു അവരുടെയൊക്കെ മദദും അവരുടെയൊക്കെ സുഹ്ബത്തും ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതാണ്. പുണ്യനിബിതങ്ങൾ ഈ ഉമ്മത്തിനെ ബന്ധിപ്പിച്ചത് മഹബ്ബത്തിലൂടെയാണ്, ആ കൈപിടിക്കുന്നതിലൂടെയാണ്. ഇതൊരു സ്നേഹബന്ധമാണ്, റൂഹാനിയായ ആത്മാവിൻ്റെ റൂഹിയായ ഒരു മഹബ്ബത്തിൻ്റെ ബന്ധമാണ്. ആ ബന്ധത്തിൽ അള്ളാഹു നമുക്ക് ഹബീബായ നിബിതങ്ങളുടെ ശഫാഅത്ത് റബ്ബ് തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിലേക്ക് ബനൂ തമീം ഗോത്രം കടന്നു വരികയാണ്. ഹബീബിൻ്റെ മസ്ജിദ് ഒരുപാട് ധർമ്മങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. വിശുദ്ധമായ ഹബീബിൻ്റെ പള്ളിയിലേക്ക് ഹിജ്റയുടെ 9-ാം വർഷം അല്ലെങ്കിൽ 10, അല്ലാമ ഇബ്നു ഇസ്ഹാഖ് എന്നവരും മഹാനായ ഇബ്നു ഹിഷാം എന്നിവരൊക്കെ അവരുടെ താരീഖുകളിൽ വളരെ വിശദമായി വിശദീകരിച്ചൊരു സംഭവമുണ്ട്. വഫ്ദു ബനി തമീം, ബനൂ തമീമുകാർ അറബികളിലെ വലിയ പ്രമാണിമാരാണ്. അവര് വിശുദ്ധ നിബിതങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. ആ വരുന്ന സദസ്സിൽ 80ഓളം ആളുകളുണ്ട്. ആ 80-ൽ ഹലീമുൽ അറബ് ഖൈസ് ഇബ്നു ആസിം എന്നിവരുണ്ട് റളിയല്ലാഹു അൻഹു. അവരൊക്കെ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ഹലീമുൽ അറബ്, അറബ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനിയും ക്ഷമാലുമായിരുന്ന മഹാനായ പുണ്യനിബിതങ്ങളെ കാണാൻ അവർ വരുമ്പോൾ അവരിൽ അറബികളിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ, അറബികളുടെ ഏറ്റവും വലിയ പ്രഭാഷകൻ അതാ ഇബ്നു ഹാജിബ് എന്നിവരെ കൂട്ടത്തിലുണ്ട്. അതാ ഇബ്നു ഹാജിബ് ഇബ്നു സുറാറ, അതുപോലെ അംർ ഇബ്നുൽ അഹ്തം എന്നിവർ കൂടെയുണ്ട്. അവരിൽ വലിയൊരു കവിയുണ്ട്, വലിയ ഒരു ഷാഇറുണ്ട്. ആ ഷാഇറിന്റെ പേരാണ് സുബർഖാൻ ഇബ്നു ബദർ. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇവരൊക്കെ പുണ്യനിബിതങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. ളുഹർ നിസ്കാരം നടക്കാനിരിക്കുന്നു. ഹബീബായ നിബിതങ്ങളുടെ ഹുജ്റത്തു ഷരീഫയിൽ നിന്ന് അൽ മസ്ജിദുൻ നബവിയിലേക്ക് വരാൻ വേണ്ടി ളുഹറിന്റെ വാങ്കിന്റെ സമയം സ്വഹാബിമാർ പുണ്യനിബിതങ്ങളെയും കാത്തിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയം ഇവർക്ക് ഇച്ചിരി ക്ഷമ കുറവായിരുന്നു. പുണ്യനിബിതങ്ങൾ വരണമെന്നവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത് അക്തറുഹും ലാ യഅഖിലൂൻ.
ഖുർആൻ ഇടപെടേണ്ടി വന്നു. അവർ വിളിച്ചു പറഞ്ഞു ഹബീബിന്റെ വീടിന്റെ പിന്നിൽ നിന്ന്, യാ മുഹമ്മദു ഖുർജ് ഇലൈനാ, മുഹമ്മദ് നബി തങ്ങളെ ഇറങ്ങി വരണം, പുറത്തേക്ക് വരണം. അങ്ങനെ ഒരു സയ്യിദിനെ പോലും വിളിക്കാൻ പാടില്ല, അദബ് വേണം. പിന്നെന്റെ പുണ്യനബി തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനത് വിഷമമായി. ഖുർആൻ ഇടപെട്ടു അവിടെ. എന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അല്ലാഹുവിൻ്റെ ഹബീബിനോട് ബഹുമാനം കാണിക്കുകയും ആദരവ് കാണിക്കുകയും അദബ് കാണിക്കുകയും ചെയ്ത് ആരാണോ ഹബീബിന് വേണ്ടി ക്ഷമയോടെ നിൽക്കുന്നത് അവർക്കാണ് അല്ലാഹു തഖ്വ കൊണ്ട് അലങ്കാരം നൽകിയത്, അവരല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ബനൂ തമീം വന്നപ്പോഴാണ് ഈ വിഷയം. അവർ പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു, ഇന്ന മദ്ഹനാ ലസൈനുൻ വ ഇന്ന ദമ്മനാ ലശൈനുൻ നഹ്നു അക്റമുൽ അറബ്. നബിയേ, ഞങ്ങൾ അറബികളിലെ പ്രമാണിമാർ, ഞങ്ങളെ പ്രശംസിക്കുന്നത് അഭിമാനമാണ്, ഞങ്ങളെ ചീത്ത പറയുന്നത് മോശമാണ്, ഞങ്ങൾ അറബികളിലെ ഏറ്റവും വലിയ മഹാന്മാരാണ്. പുണ്യനബി തങ്ങൾ അതിന് മറുപടി കൊടുക്കേണ്ടി വന്നു, കദബതും ബൽ മിദ്ഹത്തുല്ലാഹി സൈനു വദമ്മുഹു ശൈൻ. നിങ്ങൾ പറഞ്ഞത് തെറ്റാണല്ലോ. അല്ലാഹുവിൻ്റെ മദ്ഹാണ് ഏറ്റവും വലിയ ആനന്ദം, അല്ലാഹുവിൻ്റെ മദ്ഹാണ് ഏറ്റവും വലിയ അലങ്കാരം, അതാണ് അഭിമാനം. അല്ലാഹുവിനെ പറ്റി പറയാൻ പാടില്ലാത്തത് പറയുന്നതാണ് മോശം. പിന്നെ നിങ്ങൾ പ്രമാണിമാരാണെന്ന് പറയുന്നുണ്ടോ? അക്റമു മിൻകും, നിങ്ങളെക്കാളും ഏറ്റവും പ്രമാണിയായത് യൂസുഫ് ബിനു ഇസ്ഹാഖ് ബിനു യഅഖൂബ് ബിനു ഇബ്രാഹിം യൂസുഫ് ബിനു യഅഖൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് അലൈഹിമുസ്സലാം. ആ മഹാനായ യൂസുഫ് നബിയോളം ഉണ്ടോ നിങ്ങളുടെ മഹത്വം? അപ്പം അവർ പറയാൻ തുടങ്ങി, ഇത് നബിയുടെ പള്ളിയുടെ ഉള്ളിൽ നിന്നാണ് ചർച്ച നടക്കുന്നത്. ഞങ്ങൾ വന്നത് നബിയെ, അങ്ങയുടെ ആളുകളും ഞങ്ങളും തമ്മിൽ ഒരു സാഹിത്യ മത്സരം നടക്കണം. ഞങ്ങളുടെ പ്രഭാഷകൻ ഒരു പ്രഭാഷണം നടത്തും, നിങ്ങളിലെ ആള് അതിനെ എതിർത്ത് പറഞ്ഞ് ഞങ്ങൾ തോറ്റാൽ ഞങ്ങൾ സമ്മതിക്കും നിങ്ങളെ. ഞങ്ങളുടെ ഷായർ പാട്ടുപാടും, നിങ്ങളുടെ ഷായർ ഇതിന് മറുപടി പറയണം. ആരാണോ ജയിക്കുന്നത് അവരാ ജയിക്ക. തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ. അല്ലാമ ഇബ്നു ഖുതൈബയൊക്കെ ഇതിന് അൽ മുനാസറ എന്ന് പറയും. ഇത് മുനാസറയാണ് ഇവിടെ നടക്കുന്നത്. പെരുമ പറയാ, ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ അങ്ങനത്തെവരാണ്, ഞങ്ങൾ ഇങ്ങനത്തെവരാണ്. പഴയ അറബികളല്ലേ, അവരെങ്ങനെ അത് പോരിശ പറയാൻ പോവാ. അങ്ങനെ ഉതാരിദ് ഇബ്നു ഹാജിബ് എന്നവർ എഴുന്നേറ്റ് നിന്നു. അയാൾ പറയാൻ തുടങ്ങി, അൽഹംദുലില്ലാഹില്ലദീ ലഹു അലൈനൽ ഫദ്ലു വഹുവ അഹ്ലുഹു അല്ലദീ ജഅലനാ മുലൂകൻ വവഹബ ലനാ അംവാലൻ ഇളാമ. ഞങ്ങളെ അല്ലാഹു രാജാക്കന്മാരാക്കി ഞങ്ങൾക്കൊരുപാട് സമ്പത്ത് തന്നു. ആ പടച്ചവനാണ് എല്ലാ നന്മയും എല്ലാ ഗുണവും. നഫ്അലു ഫീഹൽ മഅറൂഫ വജഅലനാ ഇസ്സത അഹ്ലിൽ മശ്രിഖ്. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടുപോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ പ്രഭാഷകൻ ഇവിടെ സാബിത്ത് ബിനു ഖൈസ് ബിനു ഷമ്മാസ് റളിയല്ലാഹു അൻഹു ഇവിടെ. ഖും ഫാജിബ്, എഴുന്നേറ്റ് മറുപടി കൊടുക്കിൻ. സാബിത്ത് റളിയല്ലാഹു അൻഹു, സാബിത്ത് ബിനു ഖൈസ് ബിനു ഷമ്മാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഹബീബിന്റെ ഖതീബ്. ഈ ഒരു സാഹിത്യ മത്സരം നടക്കുന്നത് ഹബീബിന്റെ മസ്ജിദിലാണ് സ്വല്ലല്ലാഹു. അൽഹംദുലില്ലാഹില്ലദി സ്സമാവാതു വൽ അർളു ഖൽഖുഹു ഖളാ ഫീഹിന്ന അംറഹു വവസിഅ കുർസിയ്യുഹു ഇൽമഹു വലം യകു ശൈഉൻ ഖത്തു ഇല്ലാ മിൻ ഫദ്ലി. അല്ലാഹുവിനെ പുകഴ്ത്തിയിട്ട് ثم كان من قدرته أن جعلنا ملوكا واصطفى من خير خلقه رسولا أكرمه نسبا وأصدقه حديثا وأفضله حسبا فأنزل عليه كتابا وأتمنه على خلقه فكان خيرة الله من العالمين. പുണ്യ റസൂലിനെ അല്ലാഹു അയച്ചതാണ് പറയുന്നത്. ഏറ്റവും നല്ല കുടുംബത്തിലെ, ഏറ്റവും നല്ല തറവാട്ടിലെ, ഏറ്റവും നല്ല സുലാലയിൽ നിന്ന് ഹബീബായ നബി തങ്ങളെ അല്ലാഹു ദീനുമായി ഖുർആനുമായി ജനങ്ങളിലേക്ക് നിയോഗിച്ചു.
فآمن برسول الله المهاجرون من قومه وذوي رحمه أكرم الناس أحسابا وأحسن الناس وجوها وخير الناس فعالا. മുഹാജിറുകളെ പറ്റി പറഞ്ഞു, പിന്നെ അൻസ്വാരികളെ പറ്റി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവരുടെ പ്രസംഗം എവിടെ കിടക്കുന്നു? സാബിത്ത് എന്നവരുടെ പ്രസംഗം എവിടെ കിടക്കുന്നു? ഇത് ഹബീബിന്റെ ഹളറത്തിൽ നിന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ ഒരു ഷായർ, അവരുടെ ഒരു കവി എഴുന്നേറ്റ് നിന്നു. നഹ്നുൽ കിറാമു ഫലാ ഹയ്യുൻ യുആദിലുനാ മിന്നൽ മുലൂകു വഫീനാ തുൻസബുൽ ബിയഉ വകം ഖസർനാ മിനൽ അഹ്യാഇ കുല്ലിഹിമി عند النهاب وفضل العز يتبع. അവരിങ്ങനെ കൊള്ള സംഘങ്ങളെ തട്ടിക്കൊണ്ടുപോയതും സമ്പത്ത് പിടിച്ചു പറിച്ചതും യുദ്ധം ചെയ്തതും ആളുകളെ തലയെറുത്തതും ഇതൊക്കെയാ പറയുന്നത്. പുണ്യ നബി തങ്ങൾ ചോദിച്ചു, എന്റെ കവി എവിടെ? ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവരെവിടെയാണ്? അവർ കുറെ ദൂരെയായിരുന്നു. ആളുകൾ ഓടിച്ചെന്നു, ഹസ്സാനെ പുണ്യ നബി നിങ്ങളെ വിളിക്കുന്നുണ്ട്. അള്ളാന്റെ ഹബീബിന് വേണ്ടി നബി തങ്ങൾ ഹബീബ് ദുആ ചെയ്തു കൊടുത്ത സ്വഹാബിയാണത്. ഉഹുജുഹും വജിബ്രീലു മഅക്, ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളുടെ കൂടെയുണ്ട് ഹസ്സാൻ, പറഞ്ഞോളൂ, മറുപടി കൊടുത്തോളൂ. ഖും യാ ഹസ്സാൻ ഫഅജ്ബിർ റജുൽ, സുബർഖാൻ ഇബ്നു ബദറിന്, അവരുടെ കവിയാണ്, മറുപടി കൊടുക്കിൻ. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ മറുപടി കൊടുക്കുകയാണ് കവിതയിലൂടെ. മദീന പള്ളിയുടെ ഉള്ളിൽ പുണ്യ നിബിതങ്ങൾ ആ കവിതകൾക്ക് സാക്ഷിയായി നിബിതങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നദ്ദവാഇബ മിൻ ഫിഹ്രിൻ വഇഖ്വതിഹിം ഖദ് ബയ്യനൂ സുന്നതൻ ലിന്നാസി തുത്തബഉ. അവരുടെ കവിത ഐനിൽ ഉ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നത്. അപ്പം അതിന് മറുപടിയാണത്. സുബ്ഹാനല്ലാഹ്. ഇന്നദ്ദവാഇബ മിൻ فهر وإخوتهم قد بينوا سنة للناس تتبع يرضى بهم كل من كانت سريرته تقوى الإله وكل الخير يصطنع قوم إذا حاربوا ضروا عدوهم أو حاولوا النفع في أشيائهم نفعوا سجية تلك منهم غير محدثة إن الخلائق فاعلم شرها البدع يا الله وأبي إن هذا الرجل لمؤتاله. അവരുടെ നേതാവ് അഖ്റഅ ഇബ്നുൽ ഹാബിസ് പിന്നീട് മുസ്ലിമായി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഈ കവിത ചൊല്ലിയ ആള് ലമുഅ്താലഹു, ഇത് വല്ലാത്ത മനുഷ്യനാണല്ലോ, എന്തോ ഒരു കഴിവുള്ള കവിയാണ് ഈ റസൂലിന്റെ കവി. ലഖതീബുഹു അഖ്തബു മിൻ ഖതീബിനാ, നമ്മുടെ പ്രഭാഷകനേക്കാളും വലിയ പ്രഭാഷകൻ അവർക്ക്. വലശാഇറുഹു അശ്അറു മിൻ ശാഇരിനാ, നമ്മുടെ കവിയേക്കാളും വലിയ കവിയുമുണ്ട്. വലഅസ്വാതുഹും അലാ മിൻ അസ്വാതിനാ, നമ്മുടെ ശബ്ദത്തെക്കാളും അവരുടെ ശബ്ദം എത്രയോ മേലെ തന്നെയാണ്. അവരൊന്നിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് 80ഓളം വരുന്ന ആളുകൾ അവിടെ ഇസ്ലാം സ്വീകരിക്കുന്നു. ബനൂ തമീമുകാർ. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ബാബ് ഇട്ടിട്ടുണ്ട്, ഹൽ യുൻഷദു ശഅറു ഫിൽ മസ്ജിദി. അങ്ങനെ തന്നെ ഒരു ബാബുണ്ട്. പള്ളിയിൽ നിന്ന് മദ്ഹ് ബൈത്ത് പാടാൻ പറ്റുമോ? പള്ളിയിൽ നിന്ന് ബൈത്ത് ചൊല്ലാൻ പറ്റുമോ? ഇമാം ബുഖാരി തങ്ങൾ ഹെഡിങ് ഇട്ടതാ. എന്നിട്ട് അവിടെ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മറ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഹസ്സാൻ യുൻഷിദു ഫിൽ മസ്ജിദി ഫൻതഹറ. ഉമർ തങ്ങൾ പള്ളിയിലേക്ക് വന്നപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവരോട് നിന്ന് പാട്ട് പാടുന്നുണ്ട് ഹബീബിന്റെ വഫാത്തിന് ശേഷം. അപ്പോൾ ഉമർ തങ്ങൾ പേടിപ്പിച്ചു, എണീറ്റ് പോകാൻ പറഞ്ഞു. ഫൻതഹറഹു. അപ്പോൾ ഹസ്സാൻ എന്നവര് ഫഖാല ഹസ്സാൻ ലിഉമർ
ഖദ് കുന്തു ഉൻഷിദു വഫീഹി മൻ ഹുവ ഖൈറും മിൻക. ഉമറേ, നിങ്ങളെക്കാളും ഖൈറായ ഒരാൾ അതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മസ്ജിദിൽ ഇരിക്കാറുണ്ടായിരുന്ന കാലത്ത് ഞാൻ ഇവിടെ ബൈത്തുകൾ ചൊല്ലാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ അബൂ ഹുറൈറ നിങ്ങളോട് ഇരിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ അബൂ ഹുറൈറ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി, അങ്ങനെയാണോ? ഉണ്ടെന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ എന്നാ പാടിക്കോ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഒരുപക്ഷേ ആ പാട്ടുകൾക്ക് സാക്ഷിയാകാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരിക്കാനിട വന്നത്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ശരിയാണ് ഉമറേ, ഹസ്സാൻ ഇബ്നു സാബിത്തിന് പുണ്യനബി തങ്ങൾ ഇതിന് സമ്മതം കൊടുത്തിട്ടുണ്ടല്ലോ, പാടിക്കോട്ടെ. യാ അല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദ് ഒരുപാട് സംഭവങ്ങളുടെ സാക്ഷ്യമാണ്. അവിടെ നിന്നാണ് സൈന്യങ്ങൾക്കുള്ള ഉത്തരവുകൾ ഹബീബായ നബി തങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നത്. മറ്റൊന്നുമല്ല, മദീനയെ ആക്രമിക്കാൻ വരുന്നവർ, മദീനയെ ചുട്ടുകരിക്കാൻ പ്ലാൻ ചെയ്തു വന്നവരെ, ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും തബൂക്കുമെല്ലാം ഉണ്ടായത്, ഖൈബർ ഉണ്ടായത് പ്രതിരോധമാണെന്ന് മുസ്ലിമീങ്ങളെ ഈ ഉമ്മത്ത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ അങ്ങോട്ട് യുദ്ധം ചെയ്താൻ പോയതല്ല, ഇങ്ങോട്ട് പരാക്രമണം ചെയ്യാൻ വന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടി ചെന്നതാണ് നമ്മുടെ ബദർ, അതാണ് ഉഹദ്, അതാണ് ഖന്ദഖ്, അതാണ് തബൂക്ക്. മദീനയിലെ പെണ്ണുങ്ങളും അവിടുത്തെ കുട്ടികളും പിഞ്ചുമക്കളും അവരറുകുല ചെയ്യാൻ വരുന്ന ശത്രുക്കളെ ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് എന്ന നിലയിൽ ഹബീബായ നബി തങ്ങൾക്ക് പ്രതിരോധിക്കേണ്ട ബാധ്യതയില്ലേ? അതുകൊണ്ടാണ് ഫഖാതിൽ ഫീ സബീലില്ലാഹി ലാ തുകല്ലഫു ഇല്ലാ നഫ്സക. പുണ്യ നബിയോട് അല്ലാഹുവിന്റെ ആഹ്വാനമുണ്ട്, നബിയെ അങ്ങ് ഉറച്ചു നിൽക്കണം, അങ്ങ് ഉറച്ചു നിൽക്കണം, അങ്ങ് ഉറച്ചു നിൽക്കണം, അങ്ങേക്ക് ഓടാൻ പാടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഉത്തരവുകൾ കൊടുക്കാറുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു സാലിം അൽ ഖുസാഇ പോലെയുള്ള ആളുകൾ ഹബീബാ നബി തങ്ങളുടെ മസ്ജിദിലേക്ക് വന്ന്, പുണ്യ നബി തങ്ങളുടെ അരികത്ത് വന്ന് വിഷയങ്ങൾ ചോദിച്ചു പഠിച്ചു പോകുന്നതും അവിടുത്തെ സംഭവ വികാസങ്ങളെ ഹബീബായ നിബിതങ്ങളിൽ നിന്ന് അവർ സ്വീകരിക്കുന്നതിനും ഒരുപാട് ചരിത്രങ്ങൾ, സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ ഒരൽപ്പം അറബിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങൾ അവർ